Hello friends, Bangalore Thattukada പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പായസം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ കേരളീയർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അടപ്രഥമനും സേമിയവും അതേപോലെ പ്രഥമനും അങ്ങനെ പലതരം പായസങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നവരായിട്ട് നമ്മൾ മലയാളികൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസം തന്നെയാണ്. ഈ ഇഷ്ടംപോലെ പായസത്തിന്റെ റെസിപ്പീസ്, പലതരത്തിലുള്ള പായസം റെസിപ്പീസ് നമുക്ക് ഇന്ന് യൂട്യൂബിൽ കിട്ടും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. സേമിയ പായസത്തിന്റെ ഇഷ്ടംപോലെ റെസിപ്പീസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പലതരം വെറൈറ്റികളിലായിട്ട് പായസങ്ങൾ ഞാൻ ഇന്ന് യൂട്യൂബിൽ കണ്ടു. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തരത്തിലെ വെറൈറ്റിയുള്ള സാധാരണ രീതിയിൽ നല്ല നാടൻ പായസം, സേമിയ പായസം, നമ്മുടെ കല്യാണത്തിലെല്ലാം കിട്ടുന്ന പോലത്തെ സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം, അതുപോലെ അതിൻ്റെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ കാണാം. സേമിയ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല്, പിന്നെ സേമിയ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഈ സെയിം കപ്പിന് ഒരു 4 കപ്പ് പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് എത്രയാണോ സേമിയ എടുക്കുന്നത് അതന്നെ അതിൻ്റെ 4, ഇപ്പോൾ ഒരു കപ്പ് സേമിയ ആണെങ്കിൽ 4 കപ്പ് പാല്. പിന്നെ അതേ കപ്പിന് തിളച്ച വെള്ളം, ഈ സേമിയ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തിളച്ച വെള്ളം, പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഏലം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ സേമിയ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെങ്ങനെ കുക്ക് ചെയ്യാന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിനായിട്ട് ഞാനൊരു പാത്രം ഒരു സ്റ്റൈലിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പം നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കണം. നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഫസ്റ്റ് ഈ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിലകത്ത് നമുക്ക് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കിസ്മിസ് ഇതിലേക്ക് ഇടാം. അവിടെ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഇതും ടൈം വ്യത്യാസമാണ് വേണ്ടത്. അപ്പം കിസ്മിസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓക്കെ, ഇനി നമുക്ക് കിസ്മിസ് ഇടാം. ഓക്കെ, ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ബാക്കിയെല്ലാം നെയ്യ് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സേമിയ നമുക്കിതിലേക്ക് ഇടാം. അപ്പോൾ 2 സ്പൂണോളം നെയ്യ് എടുത്തു. ആ നെയ്യിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തെടുത്തു. അതിനുശേഷമുള്ള നെയ്യിൻ്റെ അകത്ത് സേമിയ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി കടകളിൽ നമുക്ക് വറുത്തിട്ട് തന്നെ ഈ സേമിയ വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങുന്നവരാണെങ്കിൽ അതും കുഴപ്പമില്ല. ഇത് ഞാൻ വറുക്കാത്ത സേമിയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ നെയ്യിൽ തന്നെ വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ ഈ സേമിയ ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ഒരു കപ്പ് ചൂടുവെള്ളം, തിളച്ച വെള്ളം അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ സേമിയ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ച വെള്ളം നന്നായി വറ്റി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മുടെ പഞ്ചസാര, ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം ആവശ്യത്തിന് ഞാനിപ്പം പകുതി കപ്പോളം പഞ്ചസാര ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നോക്കിയതിന് ശേഷം പിന്നെ ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ പഞ്ചസാരയും സേമിയലും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ 4 കപ്പ് പാലാണ്, 1 കപ്പ് സേമിയത്തിന് 4 കപ്പ് പാലാണ് ഞാൻ എടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര, എൻ്റെ ഇതിന് കുറച്ചും കൂടി പഞ്ചസാര വേണം.
അപ്പം 1 കപ്പ് സേമിയ, 4 കപ്പ് പാല്, അതുപോലെ തന്നെ 1 കപ്പോളം പഞ്ചസാരയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടത്. അതായത് എൻ്റെ ടേസ്റ്റിന് ഞാൻ അങ്ങനെയാണ് ഇട്ടത്. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട, മിൽക്ക് മെയ്ഡ് വേണ്ട, ഒരു മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. പക്ഷേ എന്താ പറയുക, പഞ്ചസാരയും ഈ പാലും നന്നായി കുറുക്കിയെടുക്കുന്നതാണ് മിൽക്ക് മെയ്ഡ്. അത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും ഇതിൻ്റെ മുകളിലൊരു മിൽക്ക് മെയ്ഡിന് വേറെ ടേസ്റ്റ് ഉണ്ടാകും. എങ്കിലും എനിക്ക് ഓക്കെ, അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മിൽക്ക് മെയ്ഡാണ് നിങ്ങൾക്ക് ഇപ്പം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം, ഈ സമയത്ത് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇടണം, എങ്കിലേ ആ പഞ്ചസാരയുടെ ഇതെല്ലാം ബാലൻസ് ആയിട്ട് വരും. അതിന് വേണ്ടിയാണ് ഒരു നുള്ള് ഉപ്പ് ഇടുന്നത്. പിന്നെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് തിളച്ച് തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അത് തിളച്ച് മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, എപ്പോഴും ഇതിൻ്റെ അടുത്ത് ഉണ്ടാവണം. ഇതും വെച്ചിട്ട് വേറെ എവിടെ പോയാൽ നമ്മുടെ പായസം റെഡിയായി കിട്ടില്ല. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം ഒരു പിഞ്ച് ഏലക്കപ്പൊടി, അതും നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അതായത് ഓരോരുത്തർക്ക്, ചിലവർക്ക് ഈ ഏലക്കേൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരുണ്ടാവാം, അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, ഈ ഫ്ലേവേഴ്സ് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ കുറച്ചൊരു പിഞ്ച് ഏലക്കേൻ്റെ ഏലക്കപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എങ്കിൽ നല്ലൊരു സ്മെല്ലെല്ലാം നല്ലൊരു മണം ഉണ്ടാകും പായസത്തിന്. ആ ഏലക്കയുടെയും ആ നെയ്യിൻ്റെയും പാലിൻ്റെ എല്ലാം കൂട്ടിയിട്ട് നല്ലൊരു സ്മെല്ല് വരും. അതിന് വേണ്ടിയിട്ടാണ് ആ ഏലക്കപ്പൊടി ഇപ്പം ചേർത്തത്. ഞാനിപ്പം സേമിയയുടെ വേവ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ സ്റ്റൗ ഓഫാക്കുന്ന ടൈമിൽ സേമിയ ഫുള്ളായിട്ട് വേവാൻ പാടില്ല. മീൻസ് അങ്ങനെ ഒരു എന്താ പറയുക, നല്ലോണം വെന്ത് പോകാൻ പാടില്ല. കാരണം നമ്മൾ സേമിയ ഓഫാക്കുന്ന ടൈമിൽ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വരണം. അതിനുശേഷം നമ്മൾ ഈ പായസത്തിൻ്റെ പാത്രം അടച്ചു വെക്കുകയാണ് വേണ്ടത്. ആ ചൂടിൻ്റെ അകത്താണ് സേമിയ വെന്ത് വരേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ പാലിൻ്റെയും സേമിയത്തിൻ്റെയും എല്ലാം കൂടി ഒരു ബാലൻസ് ചെയ്തിട്ടു. അല്ലെങ്കിൽ ചില ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഈ എന്താ പറയുക, പാല് കൂടുതൽ സേമിയ അങ്ങനെ താഴെ വന്ന് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത രീതിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എപ്പം പായസം ഉണ്ടാക്കുമ്പോഴും സേമിയ മുഴുവനായിട്ട് വേവാൻ ശ്രദ്ധിക്കണം. അത് അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ചൂടിൽ ആ സേമിയനെ വേവാൻ അനുവദിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പായസം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റിൽ കൂടുതലായി ടൈമായി. നമുക്കിത് നോക്കാം. ഇപ്പം സേമിയെല്ലാം വെന്ത് നല്ല രീതിയിൽ തന്നെ, അതായത് പാലും സേമിയയും തമ്മിൽ നല്ലൊരു ബാലൻസിലായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. സേമിയയും മുകളിൽ കാണാൻ പറ്റും, പാലും മുകളിൽ കാണാൻ പറ്റും, ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് അടച്ചു വെക്കാം.